കയ്യൂരിലെ ധീര രക്തസാക്ഷികൾ അന്തിയുറങ്ങുന്ന മണ്ണിൽ ശ്രീ കെ കരുണാകരന് ശേഷം ആദ്യമായിട്ട് ഒരു കോൺഗ്രസ് നേതാവ് പോകുന്നത് ഞാനാണെന്നാണ് ആ നാട്ടുകാർ പറഞ്ഞത്. വളരെ ദാരുണമായൊരു സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ജൂലൈ മാസം 28 വിഷ്ണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ബോംബെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു കപ്പൽ കമ്പനിയുടെ കപ്പലിൽ തുർക്കിയിലേക്ക് പോകുന്ന ഒരു ചരക്ക് കപ്പലിലെ കുക്കായിരുന്നു വേണു. അദ്ദേഹത്തെ 28 രാത്രിക്ക് ശേഷം യാതൊരു വിധമായ മെസ്സേജുമില്ല, അദ്ദേഹത്തെക്കുറിച്ച് വിവരമില്ല എന്ന് കപ്പൽ അധികൃതരാണ് അറിയിക്കുന്നത്. രക്ഷാപ്രവർത്തനം പല രീതിയിലും നടത്തി എന്ന് പറയുന്നു. പക്ഷേ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു. അവിടെ വന്ന് വേദനാജനകമായൊരു അന്തരീക്ഷത്തിലാണ് മാതാപിതാക്കന്മാരെ കണ്ടത്, നാട്ടുകാരെ കണ്ടത്. ഞാൻ എന്തായാലും ഉടൻ തന്നെ പ്രധാനമന്ത്രിക്ക് ഇവിടുന്ന് ഇമെയിൽ അയക്കുന്നു, വിദേശകാര്യമന്ത്രിക്ക് അതുപോലെ ഇമെയിൽ അയക്കുന്നു, അതുപോലെ തന്നെ തുർക്കിയിലെ അംബാസിഡർക്കും ഇമെയിൽ അയക്കും. ആ കുടുംബത്തിലെ ആ മകനെ കണ്ടെത്താൻ ഏതറ്റം വരെയും ഒരു MP എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്യും. കയ്യൂരിലെ രക്തസാക്ഷികളുടെ വീടിന് തൊട്ടടുത്താണ് ഈ വീട്. ആ കുടുംബത്തിനെ സാന്ത്വനിപ്പിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് കൃതാർത്ഥതയുണ്ട്. അവരുടെ പ്രതീക്ഷ അസ്ഥാനത്താകാതിരിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ആ മകനെ വിഷ്ണുവിനെ കണ്ടെത്താൻ എന്നെക്കൊണ്ടാകാവുന്നതെല്ലാം ഞാൻ ചെയ്യും. അതെൻ്റെ കടമയാണ്, കർത്തവ്യമാണ്. ഞാൻ ആ കുടുംബത്തിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്.